ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയും അമേരിക്കയുമായിട്ട് റീസെന്റ് ആയിട്ട് നടന്ന ഒരു കരാറാണ്. അതിന്റെ പേര് ബെക്ക എന്നാണ്. ബെക്കയുടെ ഫുൾ ഫോം ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെന്റ് എന്നാണ്. മിലിറ്ററി മേഖലയിൽ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവച്ച കരാറാണ് ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെന്റ് എന്നുള്ളത്. അപ്പോൾ ബെക്ക എന്ന കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും ചേർന്നാണ്. അതുപോലെ ഇന്ത്യയും അമേരിക്കയുമായിട്ട് റീസെന്റ് ആയിട്ട് നടന്ന മറ്റ് കരാറുകളാണ് ലെമോവ. ലെമോവയുടെ ഫുൾ ഫോം ദ ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് അഗ്രിമെന്റ് എന്നാണ്. അതുപോലെ തന്നെ കോംകാസ കമ്മ്യൂണിക്കേഷൻസ് കോമ്പാക്ടിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എഗ്രിമെന്റ്. അപ്പൊ ഈ എഗ്രിമെന്റുകളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇന്ത്യയും അമേരിക്കയുമായിട്ട് റീസെന്റ് ആയിട്ട് പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ മിലിറ്ററി മേഖലയിലും കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച അല്ലെങ്കിൽ ഒപ്പുവെച്ച കരാറുകളാണ് ഈ പറഞ്ഞവയൊക്കെ. ഏതൊക്കെയാണ്? ബെക്ക ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെന്റ്, അതുപോലെ ലെമോവ, അതുപോലെ കോംകാസ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2022 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന ഐക്കോണിക് സ്ട്രക്ചറാണ്. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന ഐക്കോണിക് സ്ട്രക്ചറാണ് നവ് ഭാരത് ഉദ്യാൻ എന്നുള്ളത്, ന്യൂ ഇന്ത്യ ഗാർഡൻ. അപ്പോ 2022 സ്വാതന്ത്ര്യദിനത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന ഐക്കോണിക് സ്ട്രക്ചറാണ് നവ് ഭാരത് ഉദ്യാൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയെ പറ്റിയാണ്. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആയുർവേദം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഈ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ഒരു ഗവേഷണത്തിനായിട്ട് ഇന്ത്യയിൽ വൈദ്യശാസ്ത്ര കേന്ദ്രം അല്ലെങ്കിൽ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ആരംഭിക്കാൻ പോവുകയാണ് ലോകാരോഗ്യ സംഘടന. അപ്പൊ ഇന്ത്യയില് ആയുർവേദം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലെ ഗവേഷണത്തിനായിട്ട് ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര കേന്ദ്രം ആരംഭിക്കുന്ന സംഘടന ഏതാണ്? ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആരംഭിച്ചിരിക്കുന്നത് ഡൽഹി സർക്കാരാണ്. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ജീവൻ സേവ എന്നാണ്. കോവിഡ് രോഗികളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് അവരുടെ ഗതാഗതത്തിനുമായിട്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ജീവൻ സേവ എന്നുള്ളത്. ഡൽഹിയുടെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പും. ഈ ഡ്രോപ്പ് എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. അതിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ് എന്നതാണ്. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന പ്രവർത്തനം കൂടുതൽ സുഗമവും കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഡ്രോപ്പ് എന്നുള്ളത്. അപ്പൊ ഈ ഡ്രോപ്പിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ് എന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിയെ പറ്റിയാണ്. 2020 നവംബറിൽ കേരളത്തിൽ സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ച നഗരമാണ് കൊച്ചി. അപ്പോ സ്മാർട്ട് ബസ് സർവീസ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 2020 നവംബറിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ കമറുദ്ദീന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഡോക്ടർ കമറുദ്ദീൻ സ്മാരക പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കുക, ഡോക്ടർ കമറുദ്ദീന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ കമറുദ്ദീൻ സ്മാരക പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ്. ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. 2020 പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് സംഗീതജ്ഞനായ മണ്ണൂർ രാജകുമാരനുണ്ണിയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് മണ്ണൂർ രാജകുമാരനുണ്ണിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ പരിപാടിയാണ്. ആരംഭിച്ചിരിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളമാണ്. 2020 നവംബറിൽ ശിശുദിനത്തോടനുബന്ധിച്ച്, ശിശുദിനം നമ്മൾ എന്താണ് ആചരിക്കുന്നത്? നവംബർ മാസം 14-ാം തീയതിയാണ്. നവംബർ മാസം 14-ന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ലോക പ്രമേഹ ദിനമാണ് നവംബർ മാസം 14. അപ്പോൾ ശിശുദിനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളം ആരംഭിക്കുന്ന പരിപാടിയാണ് ജാലകങ്ങൾക്കപ്പുറം എന്നുള്ളത്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, ഏത് വിഭാഗത്തിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ്? ഭിന്നശേഷി കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിന് സമഗ്ര ശിക്ഷ കേരളം ആരംഭിക്കുന്ന ഓൺലൈൻ പരിപാടിയാണ് ജാലകങ്ങൾക്കപ്പുറം എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ്, ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ്. അതിന്റെ പേര് കരുതലോടെ ശരണയാത്ര എന്നതാണ്. 2020 ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കോവിഡ്-19 വ്യാപനം തടയുന്നതിനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് കരുതലോടെ ശരണയാത്ര എന്നുള്ളത്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയിലെ മൈസൂരിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമരം മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കുന്നത് കർണാടകത്തിലെ മൈസൂരിലാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമരം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലെ മൈസൂരിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിനെ പറ്റിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക്, മൈഗ്രന്റ് വർക്കേഴ്സിന് മിതമായ നിരക്കിൽ വാടകയ്ക്ക് ഭവനം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്ന നഗരമാണ് ഗുജറാത്തിലെ സൂറത്ത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മിതമായ നിരക്കിൽ വാടകയ്ക്ക് ഭവനം നൽകുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്തിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റി. 2020 നവംബറിൽ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനാരാണ്? ബിൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ ബിൽ ഗേറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചേഴ്സിൽ $50 മില്യൺ നിക്ഷേപിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചേഴ്സിൽ $50 മില്യൺ നിക്ഷേപിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള UN മെഹ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്ററിനെ പറ്റിയാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും വലിയ കാർഡിയാക് ഹോസ്പിറ്റലാണ് UN മെഹ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്റർ, അഹമ്മദാബാദ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ പറ്റിയാണ്, DRDOയെ പറ്റിയാണ്. 2020 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വിജയകരമായിട്ട് പരീക്ഷിച്ച ഹ്രസ്വദൂര റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ, ഹ്രസ്വദൂര ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലാണ് QRSAM. അപ്പോൾ അത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് DRDO ആണ്, കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ DRDOയുടെ ചെയർമാൻ ഡോക്ടർ സതീഷ് റെഡ്ഡിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഒരു കാര്യം കൂടെ റീസെന്റ് ആയിട്ട് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഗ്രീൻ സ്കീം ടോപ്പ് ടു ടോട്ടൽ എന്നാണ്. അപ്പൊ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വടക്ക് കിഴക്കൻ അതുപോലെ തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിലുള്ള പഴം പച്ചക്കറികളുടെ വ്യോമഗതാഗതത്തിന് സബ്സിഡി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ വടക്ക് കിഴക്കൻ അതുപോലെ തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിലുള്ള പഴം പച്ചക്കറികളുടെ വ്യോമഗതാഗതത്തിന് സബ്സിഡി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ഗ്രീൻ സ്കീം ടോപ്പ് ടു ടോട്ടൽ എന്നതാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര കൃഷി മന്ത്രിയായ ശ്രീ നരേന്ദ്രസിംഗ് തോമറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്. 2020 നവംബറിൽ വായു മലിനീകരണം തടയുന്നത് ലക്ഷ്യമിട്ട് ഹരിയാനയിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എയർ കെയർ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, പ്രോജക്ട് എയർ കെയർ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. വായു മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എയർ കെയർ. ഹരിയാനയുടെ മുഖ്യമന്ത്രി നമുക്കറിയാം ശ്രീ മനോഹർലാൽ ഖട്ടറാണ്. ഗവർണർ ശ്രീ സത്യദേവ് നാരായൺ ആര്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAIയുടെ CEO ആയ അരുൺ സിംഘാലിനെ ഭക്ഷ്യസുരക്ഷയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന ഫുഡ് സേഫ്റ്റി കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോ ഭക്ഷ്യസുരക്ഷയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന ഫുഡ് സേഫ്റ്റി കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആയ അരുൺ സിംഘാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ആക്ടിംഗ് US ഡിഫൻസ് സെക്രട്ടറി, അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി, ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ആയ ക്രിസ് മില്ലറിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കനാണ് കാഷ് പട്ടേൽ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മലയാള ചലച്ചിത്രത്തെ പറ്റിയാണ്. അതിന്റെ പേര് ഡോക്ടർ പശുപാൽ എന്നാണ്. 2020 നവംബറിൽ ഇന്ത്യൻ ഫിലിം പ്രോജക്ട് IFP, ഇന്ത്യൻ ഫിലിം പ്രോജക്ട് ചലച്ചിത്രമേളയിൽ പ്ലാറ്റിനം പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്രമാണ് ഡോക്ടർ പശുപാൽ. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ മോഹനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റിയാണ്. 2021 ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, 2021 ICC T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് വേദി ഇന്ത്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2020 നവംബർ മാസം 15 വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് ആയിട്ടാണ് ആചരിക്കുന്നത്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗമാണ്. 2020 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് അഭിനേതാവാണ് ആസിഫ് ബാസറ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ നിലവിൽ വന്നത് എവിടെയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഏത് സംസ്ഥാനത്താണ്, എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ 2020 നവംബറിൽ നിലവിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. വീഡിയോയുടെ ലിങ്ക് ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഹൗ ടു ബി എ റൈറ്റർ. ഈ പുസ്തകത്തിന്റെ രചയിതാവ് പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരനായ റസ്കിൻ ബോണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.